നമസ്കാരം, ഞാൻ ശബരി ഗിരീഷ്, സീനിയർ കൺസൾട്ടൻറ്റ് ENT ആൻഡ് ന്യൂറോ ഓട്ടോളജി, തിരുവനന്തപുരത്ത് ക്ലിയർ ക്ലിനിക്കിൽ. വളരെ സാധാരണയായിട്ട് എനിക്ക് പല അമ്മമാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജനിച്ചു വീണ കുട്ടിക്ക് കേൾവിക്കുറവുണ്ടോ എന്ന് എങ്ങനെ നമുക്കറിയാൻ പറ്റും? കേൾവിക്കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പലരും ചോദിക്കാറുണ്ട്. 10,000-ൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ ഒരു കുട്ടിക്ക് ചെറിയ തരത്തിലോ വലിയ തരത്തിലോ കേൾവിക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് മെഡിക്കൽ ലിറ്ററേച്ചർ പറയുന്നത്. ജന്മന ഉള്ള പ്രോബ്ലങ്ങളാണ് സാധാരണ ഉണ്ടാവുന്നത്. അതായത് കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉള്ള സമയത്ത് തന്നെ അവരുടെ ജനറ്റിക് പ്രോബ്ലംസ് കൊണ്ട് ജനിക്കുമ്പോൾ തന്നെ കേൾവിയില്ലാത്ത കുട്ടികളുണ്ട്. അതുപോലെ തന്നെ പ്രസവ സമയത്തിന് മുമ്പായിട്ട് അമ്മയ്ക്കുണ്ടായിരുന്ന അസുഖം പ്രസവ സമയത്തോ അതുകൊണ്ടുണ്ടാവുന്ന ഹിയറിംഗ് ലോസും ഉണ്ടാവാറുണ്ട്. ഇതിനു പുറമെ ജനിക്കുന്ന സമയത്ത് എത്ര പെട്ടെന്ന് കരഞ്ഞു, എത്ര ഓക്സിജൻ്റെ കുറവുണ്ടായിരുന്നു എന്നത് തൊട്ട് ഒരു നിയോനേറ്റൽ ICUയിൽ അഡ്മിഷൻ ചെയ്യുക, അവിടുത്തെ മരുന്നുകൾ, നിയോനേറ്റൽ ജോണ്ടിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജനിച്ച കുട്ടികൾക്ക് ഹിയറിംഗ് ലോസ് അഥവാ കേൾവിക്കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നാണ് ചോദ്യം. കേൾവി ജനിച്ച അന്ന് മുതൽ കുട്ടികൾക്ക് പൂർണ്ണമായിട്ടുമുണ്ട്. 3 മാസമാവുമ്പോഴത്തേക്കും കേട്ട ശബ്ദത്തിന് അത് കണ്ണുകൊണ്ട് ട്രാക്ക് ചെയ്യാനും ഉള്ള കഴിവുണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് ഒരു ശബ്ദമുണ്ടാക്കുമ്പോൾ കണ്ണ് തലയും തിരിച്ചു നോക്കുന്നുണ്ടോ എന്നുള്ളത് നല്ല കേൾവിയുടെ ഒരു ലക്ഷണമാണ്. 6 മാസം ആവുമ്പോഴത്തേക്കും പല ഫെമിലിയർ ആയിട്ടുള്ള സാധാരണ പറയുന്ന വാക്കുകൾക്ക് ആ കുട്ടി പർപ്പസ്ഫുൾ ആയിട്ട് നോക്കി ചിരിക്കുകയോ എന്നൊക്കെ ഒരു റെസ്പോൺസ് കാണിക്കുന്നുണ്ടാവും. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ മാതാപിതാക്കളുടെ ഒരു നോക്കേണ്ടതാണ്. ഇതല്ലാതെ ലോകത്തെമ്പാടും ഇന്ന് ചെയ്യുന്നത്, ജനിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ, അത് ജനിക്കുന്നത് ആശുപത്രിയിലാണെങ്കിൽ ആശുപത്രി വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ ഒരു 30 സെക്കൻഡുള്ള ഒരു ടെസ്റ്റ്, നിയോനേറ്റൽ ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി തന്നെ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു പോകാം, എൻ്റെ കുട്ടിക്ക് കേൾവിക്ക് കുറവില്ല എന്നുള്ളത്. ഇനി കേൾവിക്കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കേൾവിയില്ലെങ്കിൽ ഭാഷ വളരില്ല. ഭാഷ വളർന്നില്ലെങ്കിൽ സ്പീച്ച് ഡെവലപ്പ് ചെയ്യില്ല. അതായത് കേൾവിയില്ലെങ്കിൽ കുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവും അതോടുകൂടി തന്നെ പോവുകയാണ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് ഇതിന് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ കുട്ടികൾ ജനിച്ച ദിവസം തുടർന്ന് അവസാനം വരെ ആംഗ്യഭാഷയിൽ കൂടെ ആണ് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നത്. 1960-കളിൽ ഒരു പുതിയ ഇലക്ട്രോണിക് ഡിവൈസ്, കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് പ്രശസ്തരായ ന്യൂറോ ഓട്ടോളജിസ്റ്റ് അമേരിക്കയിൽ കണ്ടുപിടിക്കുകയും അതിനുശേഷം അത് ഡെവലപ്പ് ചെയ്ത് പ്രായോഗികമാക്കുന്നത് 1970-കളിലും 80-കളിലുമാണ്. ഇത് ഒരു ഇലക്ട്രോണിക് ചെവി തന്നെയാണ്. വെളിയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ ആ ചെവി ആർട്ടിഫിഷ്യൽ ഇയർ തന്നെത്താൻ പ്രോസസ്സ് ചെയ്ത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് വഴി നേരെ ബ്രെയിനിലേക്ക് അയക്കുകയാണ് ഇത് ചെയ്യുന്നത്. 1-1.5 മണിക്കൂറിൻ്റെ ഒരു സർജറിയാണ്. കുറച്ച് എക്സ്പെൻസീവാണ്, വളരെ ചിലവ് കൂടിയ ഒരു സർജറിയാണ്. ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള പല പ്രോഗ്രാംസും ഉണ്ട് ഇങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ കുട്ടി കേൾക്കാൻ തുടങ്ങുന്നു. കേൾവിയോടുകൂടി തന്നെ അവർക്ക് സ്പീച്ച് തെറാപ്പി അഥവാ ഓഡിറ്ററി വെർബൽ തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ കുട്ടികളെ പോലെ കേൾക്കാനും അത് കഴിഞ്ഞ് സംസാരിക്കാനുമുള്ള കഴിവ് അവർക്ക് കിട്ടും. പക്ഷേ എല്ലാം ചെയ്യുന്നതിന് സമയപരിമിതികളുണ്ട്. 1 കൊല്ലത്തിനകത്ത് കുട്ടിയുടെ ഹിയറിംഗ് ലോസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനു വേണ്ട സർജറി ചെയ്യുക,
എന്ന് ചെയ്താൽ മാത്രമേ പൂർണ്ണമായിട്ട് ഹിയറിങ്ങും പൂർണ്ണമായിട്ട് സ്പീച്ചും തിരിച്ചു വരികയുള്ളൂ. ഒരു 3 മാസം 3 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു ഓപ്ഷൻ ആകുകയില്ല. അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് 3 കൊല്ലത്തിനകത്ത് ഇത് കണ്ടുപിടിച്ച് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് പിന്നെ ജീവിതത്തിലെമ്പാടും കേൾവിയും സ്പീച്ചും മറ്റുള്ള കുട്ടികളെ പോലെ, നോർമലായിട്ടുള്ള കുട്ടികളെ പോലെ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ പ്രധാനമായിട്ടുള്ള മെസ്സേജ് ഇതാണ്: നിങ്ങളുടെ ജനിച്ച കുട്ടി കേൾവിയുണ്ടോ, കേൾവി കുറവുണ്ടോ, കുട്ടിയുടെ ബിഹേവിയറിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും വിധത്തിൽ അമ്മമാർക്ക് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് നിയോനേറ്റൽ ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യുക. നിയോനേറ്റൽ എന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെ, അല്ലെങ്കിൽ 2-3 മാസത്തിനകം തീർച്ചയായിട്ടും ഇത് ചെക്ക് ചെയ്യേണ്ടതാണ്. നന്ദി.